സംവിധായകൻ ഷാഫി അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രാവിലെ 10 മണി മുതൽ കരൂരിൽ പൊതുദർശനം നടത്തും. വൈകിട്ട് 4-ന് കനൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശ്രീജിത്ത് നായരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ 7 ദിവസമായി അദ്ദേഹം വളരെ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ വളരെ വേഗം അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത കൂടി വരികയാണ്. വിശദാംശങ്ങൾ. അഖില, വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് രാവിലെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. മലയാളികളെ, പ്രത്യേകിച്ച് ഏതാണ്ട് 2 തലമുറയോളം വരുന്ന മലയാളികളെ കുടുകൂടത്തി ചിരിപ്പിച്ചു എന്ന് തന്നെ പറയാം. കാരണം അവര് വിവിധ സിനിമകളിലൂടെ ആവർത്തനങ്ങളായി, അതായത് അടുത്ത സിനിമകൾ ഇറങ്ങിയെങ്കിലും നിരന്തരമായി ആവർത്തിച്ചുള്ള കാണലിലൂടെയാണ് ഷാഫി ചിത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംവിധായകനാണ് വിടവാങ്ങിയിരിക്കുന്നത്. 56 വയസ്സുള്ള ഷാഫി ഇന്നലെ രാത്രി 12:30 വിടവാങ്ങിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 7 ദിവസമായി അതീവ ഗുരുതര നിലയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജനുവരി 14-നാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് സ്ഥിതി ഗുരുതരമാവുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ബന്ധുക്കളും ഒപ്പം തന്നെ സംവിധായകൻ, ഇതുമായി ബന്ധപ്പെട്ട ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി പക്ഷേ അദ്ദേഹം വിടവാങ്ങുകയായിരുന്നു. എന്തായാലും മലയാള സിനിമയിൽ ഒരു ചിരിയുടെ ഒരു മാലപ്പടക്കം തീർത്ത ഒരു സംവിധായക കൂട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് തന്നെ ഷാഫിയുടെ പേര് ഉണ്ടാകും. കാരണം അത് ആ കുടുംബത്തിന് തന്നെ ഒരു തമാശ നിറഞ്ഞ ഒരു കുടുംബവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ മൃതദേഹം ഇപ്പോൾ രാവിലെ ഉള്ളത് ഇടപ്പള്ളി BTS റോഡിലുള്ള വസതിയിലാണ്. അവിടെ 9 മണി വരെ അവിടെ ഉണ്ടാകും. അതിനുശേഷം മണപ്പാട്ടിപ്പറമ്പിലെ കൊച്ചിൻ സഹകരണ ബാങ്ക് ഹാളില് പൊതുദർശനത്തിന് വെക്കും. 9 മുതൽ 12 മണി വരെ അവിടെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് ഇന്ന് വൈകിട്ട് 4-ന് കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ സംസ്കാരം ക്രമീകരിച്ചിട്ടുണ്ട്. സംവിധായകൻ സിദ്ദിഖ്, നേരത്തെ അദ്ദേഹം അന്തരിച്ചിരുന്നു. അദ്ദേഹം ഷാഫിയുടെ അമ്മാവനാണ്. നമുക്കറിയാവുന്ന നടൻ റാഫി മക്കാനിലെ റാഫി സഹോദരനാണ്. അങ്ങനെ കുടുംബപരമായി തന്നെ ഈ ഒരു സിനിമയുടെയും തമാശയുടെയും പശ്ചാത്തലവും ഉള്ള ഒരു കുടുംബമാണ്. അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു സിനിമയുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഷാഫി ഈ വഴിയിലേക്ക് വന്നത്. 1968 ഫെബ്രുവരിയിലാണ്. ശ്രീജിത്ത്, ഷാഫി ഇങ്ങനെ നമ്മൾ സിനിമാക്കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും കാലങ്ങൾക്കിപ്പുറവും അദ്ദേഹം നൽകിയ ചില കഥാപാത്രങ്ങൾ, കോമഡി കഥാപാത്രങ്ങളെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ നിരന്തരമായ ജീവിതത്തിനിടയിലൊക്കെ നമ്മൾ അവരുടെ പല ഡയലോഗുകളും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കൂടി ഓർക്കണ്ടേ? തീർച്ചയായും. അതുകൊണ്ടാണ് നിത്യജീവിതത്തിൽ മീമുകളായി നിറയുകയും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും, പ്രത്യേകിച്ച് രാഷ്ട്രീയമാകട്ടെ, സാമൂഹിക മുന്നേയുള്ള തമാശകളാകട്ടെ, എല്ലാം സൃഷ്ടിക്കാനുള്ള മീമുകൾ ഉണ്ടാക്കിയെടുക്കുന്ന നിരവധി സിനിമകൾ അദ്ദേഹം സമ്മാനിച്ചു. അങ്ങനെയാണ് ഈ യുവതലമുറയുടെ ഇടയിൽ കൂടി യഥാർത്ഥത്തിൽ ഷാഫിയുടെ സിനിമകൾ 2001 മുതൽ 2010-12 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഹിറ്റ് സിനിമകൾ മുഴുവൻ നിർമ്മിച്ചത്. ആ ഘട്ടത്തിൽ നിർമ്മിച്ച സിനിമകളിലെ കല്യാണരാമനായാലും പുലിവാൽ കല്യാണമായാലും അങ്ങനെയുള്ള സിനിമകളെല്ലാം തന്നെ നമുക്കറിയാം. ദശമൂലം രാമു, അല്ലെങ്കിൽ പ്യാരി, അല്ലെങ്കിൽ പോഞ്ഞിക്കര, മിസ്റ്റർ പോഞ്ഞിക്കര, ഇന്നസെന്റ് കഥാപാത്രങ്ങൾ, അധികം തമാശ വഴങ്ങാത്ത മമ്മൂട്ടിയുടെ മായാവിയിലെയും ചട്ടമ്പിനാടിലെയും കഥാപാത്രങ്ങൾ, ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി തമാശ കഥകൾ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിയുക അത് കാലത്തെ അതിജീവിച്ചുകൊണ്ട് തന്നെയെന്ന് പറയാം. പക്ഷേ ഇതിനെ ക്ലാസിക് എന്നൊന്നും നമ്മൾ വാഴ്ത്തുന്നില്ലെങ്കിൽ പോലും പൊതുജനങ്ങളുടെ ഇടയിൽ ഇതിനുണ്ടാക്കിയ സ്വാധീനം അത്ര കണ്ട് വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നമ്മൾ ഈ സലീം കുമാറിന്റെ കഥാപാത്രത്തെ നമുക്കിപ്പോഴും അറിയാമല്ലോ, മെൽക്കാവൂ എന്നൊക്കെ എഴുതിക്കൊണ്ടുവരുന്നത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ചിരി ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ പോഞ്ഞിക്കര ഡയലോഗുകൾ പറയാത്ത ദിവസങ്ങൾ മലയാളികളുടെ യുവാക്കളുടെ ഇടയിൽ ഇല്ല എന്ന് തന്നെ പറയും. ഇപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് ഒരു മീം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ടി വരുമ്പോൾ ആദ്യം ആശ്രയിക്കുന്ന കുറെ ചിത്രങ്ങളിൽ മുൻസ്ഥാനത്ത് വരുന്ന ചിത്രമാണ് ഷാഫിയുടെ ചിത്രം. നമുക്ക് ഓർമ്മയിലേക്ക് പോവുകയാണെങ്കിൽ തൊമ്മനും മക്കളും, മായാവി, ചട്ടമ്പിനാട്, ജയറാമിന് വേണ്ടി വൺമാൻ ഷോ, നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നെ പൃഥ്വിരാജിന് വേണ്ടി ചോക്ലേറ്റ് ഒക്കെ ഒരു വ്യത്യസ്തമായ ഒരു കഥാസന്ദർഭങ്ങളാൽ മെനഞ്ഞിട്ട സിനിമകളാണ്. കല്യാണരാമനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഒപ്പം തന്നെ മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ജയസൂര്യക്ക് വേണ്ടി പുലിവാൽ കല്യാണം, അങ്ങനെ ഈ എണ്ണം പറഞ്ഞ നായകന്മാർക്കെല്ലാം വേണ്ടി മികച്ച ഹിറ്റുകൾ ഒരുക്കുകയും അത് ഒരു സ്വപ്നതുല്യമായ ഒരു തുടക്കം കരിയറിൽ കിട്ടിയ ഒരാളാണ്. കാരണം ഇപ്പോൾ 56 വയസ്സെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സ് തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹം നിരന്തരമായി ഹിറ്റുകൾ സൃഷ്ടിക്കുകയും തിയേറ്ററുകളിലേക്ക് ആളുകളെ എത്തിക്കുകയും ചെയ്ത്. റാഫി മെക്കാടിന്റെയും ബെന്നി പി നായരമ്പലത്തിന്റെയും സച്ചി സേതുവിന്റെയും ഉദയകൃഷ്ണയുടെയും CBK തോമസിന്റെയും തിരക്കഥകൾ അതിമനോഹരമായ മാലപ്പടക്കം പൊട്ടുന്ന പോലെയുള്ള തമാശകൾ തിയേറ്ററുകൾ സൃഷ്ടിച്ച് അത് വീണ്ടും കാണാൻ ആവർത്തിച്ച് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചിരുന്നത്. അദ്ദേഹം
സംവിധാനം ചെയ്തിരുന്നത്. എന്നാലും 18 സിനിമകൾ തമിഴിൽ വിക്രം നായകനായ തമിഴ് ചിത്രം ഉൾപ്പെടെ 18 സിനിമകൾ സംവിധാനം ചെയ്തു. അദ്ദേഹം 2022 അവസാനം ആനന്ദം പരമാനന്ദം എന്നൊരു ചിത്രം പുറത്തിറങ്ങിയിരുന്നു. അവസാനം കുറച്ചു കാലമായി അദ്ദേഹം ഒരല്പം മാറി നിൽക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സിനിമകൾ സജീവമായി നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവരും തന്നെ, അതായത് മണവാളൻ, സലീം കുമാറിന്റെ സ്രാങ്ക്, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ, ജയറാമിന്റെ മേക്കപ്പ് മാൻ. ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ജയറാമിന് കുറെ സിനിമകൾ ഇല്ലാതിരുന്ന് വിജയിക്കാതിരുന്നു കഴിഞ്ഞപ്പോഴാണ് മേക്കപ്പ് മാൻ തിരിച്ചു ഒരു വലിയ തിരിച്ചറിവുമായി മേക്കപ്പ് മാൻ എത്തുന്നത്. മേക്കപ്പ് മാനും ഹിറ്റാകുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് തനതായ, പ്രത്യേകിച്ച് മേരിക്കുണ്ടൊരു കുഞ്ഞാടിനൊക്കെ വലിയൊരു വില്ലനായിട്ടാണ് ബിജു മേനോനെ കാണിക്കുന്നതെങ്കിൽ പോലും അതിനകത്ത് വലിയൊരു തമാശ നിറഞ്ഞിരുന്നു. അങ്ങനെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ബിജു മേനോന്റെ വേറൊരു ട്രാക്ക് തന്നെ സൃഷ്ടിക്കപ്പെടാനുള്ള അവസരം ഒരുങ്ങുന്നത്. ഇങ്ങനെ ഏത് സിനിമ എടുത്തു നോക്കിയാലും അത് ഇനി വിജയിക്കാത്ത സിനിമയാണെങ്കിൽ കൂടി അതിന് ഗംഭീരമായൊരു കോമഡി ട്രാക്ക് വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് പ്രിയദർശനും ശ്രീനിവാസനും ഒക്കെ 80കളിൽ തുടങ്ങിയതിന്റെ ഒരു മറ്റൊരു തുടർച്ചയായിട്ട്, മറ്റൊരു കൈവഴിയിലൂടെ ഷാഫി തന്റെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം നോക്കിയാൽ കാണാൻ സാധിക്കും.